വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ചെയ്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അക്ലിക് പെയിൻറ്റ് ബോട്ടിലിൻ്റെ ഒരു മേക്ക് ഓവറാണ്. ഒരു ചെറിയൊരു സ്കൾപ്ചറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആനക്കുട്ടിയാണ് കേട്ടോ. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ നാൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ കട്ട പിടിച്ചിട്ടുള്ള ഒരു പെയിൻറ്റ് ബോട്ടിലാണ്. ഒരുപാട് പഴയതാണ് കേട്ടോ. ഇപ്പോഴൊക്കെ നമ്മൾ പിശുക്കിയാണ് എല്ലാ പെയിൻറ്റ് ബോട്ടിലിൽ നിന്നും പെയിൻറ്റ് എടുക്കുന്നത്. ഇത് പഴയ ഒരു ബോട്ടിലാണ്. അതിനെ നമ്മൾ ആദ്യമായിട്ട് പേപ്പർ ടേപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം ഹോം മെയ്ഡ് പേപ്പർ ക്ലേ ആണ്. അപ്പോൾ പേപ്പർ ക്ലേ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തരത്തിൽ ആ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ആദ്യമേ നമ്മൾ പേപ്പർ ടേപ്പ് വെച്ച് കവർ ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പേപ്പർ ക്ലേ എപ്പോഴും നമുക്കറിയാം കുറച്ച് വിട്ട് പോരുന്ന തരത്തിലായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പിടിച്ചിരിക്കില്ല ആദ്യത്തെ ഒരു ഇതിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഒരു പേപ്പർ കോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പർ ക്ലേ നന്നായിട്ട് അവിടെ കവർ ചെയ്തിരിക്കുക. അതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു രീതി. ഇനി നമ്മൾ കാലുകളാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കുക. അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ പേപ്പർ ക്ലേ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നോളും. കാരണം പേപ്പർ ക്ലേ മിക്കവാറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെല്ലാം കുറച്ച് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലല്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അതുപോലെ ഇവിടെ 4 കാലുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹെഡാണ് ചെയ്യുന്നത്. ഹെഡ് ചെയ്യുമ്പോഴും അലുമിനിയം ഫോയിൽ ഒന്ന് ഉരുണ്ടാക്കി എടുത്തതിന് ശേഷം അതിന് പുറത്തേക്ക് പേപ്പർ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കുക. പിന്നീട് നമ്മൾ ആ ഒരു ആനക്കുട്ടിയുടെ തല അതിൽ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിതൊരു കുറച്ചും കൂടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആനക്കുട്ടിയുടെ ഫിഗറിനാണ് വേണ്ടിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഗണപതിയുടെ ഐഡൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ക്യൂട്ടായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഏകദേശം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ചും കൂടെ ശരിക്കുള്ള ആനയുടെ ഒരു ഫേസിലേക്ക് വരുത്താൻ കുറച്ചും കൂടെ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മൾ കവിളൊക്കെ നല്ല പഫി ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ള ആനക്കുട്ടിയെ പോലെ തോന്നും. അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പേപ്പർ ക്ലേയുടെ മേക്കിംഗ് നമ്മളിതിനു മുമ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദർ ആർ 2 വീഡിയോസ്, 2 ലോങ് വീഡിയോ ഉണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ ഗ്ലൂ ഇല്ലാതെയും പേപ്പർ ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് എൻ്റെ ചാനലിൽ കാണാൻ വന്നവരുണ്ടെങ്കിൽ ഒക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് പറയുന്നതാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് പേപ്പർ ക്ലേയുടെ റെസിപ്പി ഇടുമോയെന്ന്. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ലിങ്ക് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലിൽ നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ആനിക്കുട്ടിയുടെ ഫേസ് ഇപ്പോൾ ഏകദേശം നമ്മൾ സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്. തുമ്പിക്കൈ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എപ്പോഴും അതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. കാരണം അകത്ത് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ക്രാക്സ് വരാതിരിക്കാനും ഒക്കെ അത് ഉപകരിക്കും. ഏറ്റവും എളുപ്പത്തിൽ സ്മൂത്ത് ചെയ്യാനുള്ള മാർഗം വാട്ടർ വെച്ചിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്ലേ മേക്കിംഗ് വീഡിയോയിൽ പറഞ്ഞതുപോലെ കോൺഫ്ലവറിൻ്റെ പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് വളരെ നല്ലതാണ് ഈ ഒരു സ്മൂത്ത് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ കൂടുതൽ അലുത്ത് പോകാതിരിക്കാൻ നോക്കണം. കാരണം നമ്മൾ ലെയറായിട്ടല്ലേ സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയർ തീരെ ഇങ്ങനെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അലുത്ത് പോണ വരുമാവും. അത്ര ആവരുത്. കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡ് ഷെയർ ചെയ്തു എന്ന് മാത്രം. വേറെ ഒരുപാട് ബ്ലെൻഡിങ് രീതികളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണും നമ്മളിവിടെ സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കാർട്ടൂൺ ഫേസ് ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ കുറച്ച് ബിഗ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് വിടർന്നിരിക്കുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ തുമ്പിക്കൈയുടെ അവിടെ ആ ഒരു കൊമ്പ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ വൈഡൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ആനക്കുട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കൊമ്പൊന്നും ഇല്ല കേട്ടോ. കൊമ്പൊന്നും വന്നിട്ടില്ലാത്തൊരു ആനക്കുട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിലും കൊണ്ടുപോയിട്ടില്ല. കൊമ്പ് വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഗണപതിയുടെ വീഡിയോയിലൊക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് കൊമ്പ് വയ്ക്കുന്നതൊക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു പീസ് ഓഫ് ഒരു ട്രയാങ്കിൾ പോലെ വെച്ചിട്ട് കൊമ്പ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഒരു കുഞ്ഞി കൊമ്പൊക്കെ വെച്ച് കൊടുക്കാം. 2 കുഞ്ഞി കൊമ്പ്.
ഇനി നമ്മൾ തലയുടെ ഷേപ്പ് കുറച്ചും കൂടെ ആനയുടെ പോലെ ആ ഒരു മസ്തകത്തിൻ്റെ ഷേപ്പ് നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഹെഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട റീജിയൻസ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്മൂത്താക്കി എടുക്കുകയാണ് അടുത്ത പണി. അപ്പോൾ നിങ്ങൾ ആദ്യമേ ആ ഒരു തല ഉണ്ടാക്കിയതിന് ശേഷം ബോഡിയായിട്ടൊന്ന് വെച്ച് നോക്കുക. ബോഡി കുറച്ച് ചെറുതായി പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോഡി കുറച്ചുകൂടി മെലിഞ്ഞു പോയതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിലോ അവിടെ കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം. അത് മിക്കവാറും പേപ്പർ ക്ലേ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. കോൾ പോസ്റ്റലിനെ പോലെ അല്ല, നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ലെയർ ആയിട്ടല്ലേ ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇനി നമുക്ക് 2 ചെവികൾ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിലിൻ്റെ ഒരു കുഞ്ഞൊരു ഷീറ്റ്, ഒരു ബേസ് പോലെ വെച്ചിട്ട് നമ്മൾ ചെവികൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേപ്പർ ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ലെയേഴ്സ് ചെയ്തിട്ട് വേണം ഷേപ്പ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു സ്കൾപ്ചറാണ്, വലിയ ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പേപ്പർ ക്ലേ ചെയ്യുമ്പോൾ കുറേ ലേയേഴ്സായിട്ട് ഉണക്കി വേണം ചെയ്യാൻ. അതാണ് എപ്പോഴും നന്നാവുക. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ വെച്ചിട്ട് തലേന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ ഗ്ലാസ് ബോട്ടിലായതുകൊണ്ടാണ് നമ്മൾ കമ്പിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ അതുപോലെ ഫ്ലെക്സ് ക്യൂക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ, ഈവൻ ഫെവി ബോണ്ട് ആയാലും മതി, അത് വെച്ചിട്ട് ചെവികളും തലയും ഒന്ന് ബോഡിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റെഡി ആയതിന് ശേഷം നമ്മൾ തലയുടെ പുറകിലും കുറച്ച് ക്ലേ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ ഹെയർ കിടക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ വെച്ചിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു ക്യൂട്ട് എഫക്റ്റ് വരാൻ വേണ്ടി, ക്യൂട്ട് ലുക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഹെഡിലേക്ക് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞൊക്കെ കൊടുക്കുക, മുടി പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം. എന്നിട്ട് ഒരു ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് തലയിൽ. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു ഫസ്റ്റ് കോട്ട് ഓഫ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് സിമെൻറ്റ് പ്രൈമറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഗ്രേ ഷെയ്ഡ്, ഇതൊരു ബ്ലാക്ക് അല്ല, കുറച്ചൊരു ഗ്രേ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഈ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ബ്ലാക്ക് എടുത്തിട്ട് അതിലൊരു 1/4 ഭാഗം വൈറ്റ് മിക്സ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏകദേശം ഈ ഒരു കളർ വരും. പിന്നെ ഇത് മാറ്റ് ഫിനിഷ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കുറച്ച് സിമെൻറ്റ് പ്രൈമറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെ. എന്നിട്ട് നമ്മൾ ഷാഡോ ഏരിയാസും അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റഡ് ഏരിയാസും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഹൈലൈറ്റഡ് ഏരിയാസിൽ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു നമ്മളെടുത്ത ഗ്രേഡ് കുറച്ചും കൂടെ ലൈറ്റ് ഗ്രേ എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചെവിയുടെ ഭാഗത്ത്, അതുപോലെ തുമ്പിക്കൈൻ്റെ ഭാഗം, നെറ്റിയുടെ ഭാഗം, അങ്ങനെ കുറേ ഭാഗത്ത് നമ്മളിതുപോലെ ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു 3D എഫക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഒറ്റ കളറായിട്ടിരിക്കില്ലേ. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. കണ്ണ് വരച്ച് കൊടുക്കാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ആ ഒരു കണ്ണൊന്ന് തെളിയിച്ചെടുക്കാം. എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോയ്ക്ക് നമ്മളൊരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ബോ വേണ്ട, അതിന് പകരം എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം, ഫ്ലവർ വെക്കാം. ഇല്ല അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ബോ വെച്ച് കൊടുത്തപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയോണ്ട് അത് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പൊട്ട് വരച്ച് കൊടുക്കാം. പൊട്ട് വരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്കങ്ങനെ പൊട്ട് വരച്ച് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയോണ്ട് മാത്രം ഒരു പൊട്ട് വരച്ച് കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, പൊട്ട് വരയ്ക്കണോ വരയ്ക്കണ്ടേ എന്നൊക്കെ. അങ്ങനെ ഒരു ഗോപി പൊട്ട് തൊട്ട് കൊടുത്തപ്പോൾ കൊള്ളാൻ തോന്നി, അതുകൊണ്ട് അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ കണ്ണും കൂടി തെളിയിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ആനക്കുട്ടി ഇവിടെ റെഡിയായി. ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഡംബോയുടെ അനിയത്തിയാണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വെർഷനും കൂടെ ഇടാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.